കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ബോംബ് നിർമ്മാണത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബോംബ് നിർമ്മാണത്തിന് രാഷ്ട്രീയ നിറമില്ലെന്നും എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ ഗൗരവമായ അന്വേഷണം നടക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. കണ്ണൂർ മേഖലയിലെ ബോംബ് നിർമ്മാണത്തിന് സർക്കാർ പ്രോത്സാഹനം നൽകുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. ബോംബ് നിർമ്മിച്ച ക്രിമിനലുകളെ CPIM രക്തസാക്ഷികളാക്കി മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. നിരപരാധികളെ കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ബോംബ് നിർമ്മാണം നടത്തുന്നവർ എങ്ങനെയാണ് സാർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത്? ക്രിമിനലുകളെയാണോ നിങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റുന്നത്? ബോംബ് നിർമ്മിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയുന്നതിനും കണ്ടെത്തുന്നതിനുമായി ക്വാറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരന്തരം റെയ്ഡുകൾ നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറന്നു നോക്കരുതെന്ന് കണ്ണൂരുകാർക്ക് നിർദ്ദേശം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. ചരിത്രം പരിശോധിച്ചാൽ ബോംബിന്റെ തുടക്കം എവിടെ നിന്നെന്ന് മനസ്സിലാകും. DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിന്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കണ്ണൂർ ജില്ലയിൽ ഈ ബോംബ് എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണഗതിയിൽ ആൾക്കറിയില്ലായിരുന്നു. പിന്നീടത് ഒരു ഘട്ടത്തിലല്ലേ അതെവിടം വരെ എത്തി. അവസാനം DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പോലീസ് നോക്കുകുത്തിയായെന്ന വിമർശനവും പ്രതിപക്ഷം ഉയർത്തി. ഷെറിൻ മരിച്ച സംഭവത്തിൽ കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ, വടകര തെരഞ്ഞെടുപ്പിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അതുകൊണ്ടാണ് സാർ ഷാഫി പറമ്പിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചി മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത്, അങ്ങനെ പോയാൽ, ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് വന്നു. സർക്കാരിന് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.